ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, കഴിഞ്ഞ ദിവസം വളരെ സെൻസേഷൻ ആയിട്ട് നിന്ന ഒരു ന്യൂസാണ് UAE ഷാർജയിൽ മരണപ്പെട്ട അതുല്യ ശങ്കറിന്റെ വാർത്ത. അതൊരു ആത്മഹത്യയായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ നാളെ അത് എന്തായി തീരുമെന്ന് എനിക്കറിയില്ല. ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംഭവം നടക്കുന്നത്. ഈ സംഭവം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞ ജൂലൈ 8-ാം തീയതിയാണ് വിഭജിക എന്ന് പറയുന്ന പെൺകുട്ടി, അതും ഷാർജയിൽ വെച്ച് തന്നെ സെയിം സാഹചര്യത്തിൽ മരണപ്പെടുന്നത്. ഈ രണ്ട് കേസസിലും റീസൺ ആയിട്ട് പറയുന്നത് ഡൊമസ്റ്റിക് വയലൻസ് ആണ്, ഹസ്ബൻഡിൽ നിന്നുള്ള ഡൊമസ്റ്റിക് വയലൻസ്. രണ്ടും നടക്കുന്നത് UAE ഷാർജയിലാണ്. രണ്ടുപേർക്കും ഓരോ മക്കൾ വീതമുണ്ട്. അതുല്യക്ക് 29-30 വയസ്സാണ് ഏജ് ഉള്ളത്. 10 വയസ്സുള്ള ഒരു മകളുമുണ്ട്. ഈ കുഞ്ഞ് നാട്ടില് അതുല്യയുടെ വീട്ടുകാരുടെ കൂടാണ് നിൽക്കുന്നത്. അതുല്യ കൊല്ലം കോഴിവിള സ്വദേശിയാണ്. കല്യാണം കഴിഞ്ഞിട്ട് 12 കൊല്ലമായി. 2013-ലായിരുന്നു ഇവരുടെ മാരേജ്. കെട്ടിയിരിക്കുന്നത് സതീഷ് ശങ്കർ എന്ന് പറയുന്ന ഒരുത്തൻ. ഈ 12 കൊല്ലമായിട്ട്, കൃത്യമായി പറഞ്ഞ കല്യാണം നടക്കുന്നതിന് മുൻപ് തൊട്ട് തന്നെ ഇവനിൽ നിന്ന് മെന്റലി ആൻഡ് ഫിസിക്കലി ഉള്ള അബ്യൂസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ അതുല്യന്റെ ബർത്ത്ഡേ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് ഈ ഒരു മരണം സംഭവിക്കുന്നത്. ഒരുപാട് ദുരൂഹതകൾ ഇതിനകത്തുണ്ട്. ഈ ഭർത്താവ് എന്ന് പറയുന്ന നാറി കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഇവനങ്ങ് ഒരു സൈക്കോപാത്തായി മാറുകയാണ്. ഈ പെണ്ണിനെ ഉപദ്രവിക്കുന്ന ഒരുപാട് വീഡിയോ ഫൂട്ടേജസ് പെണ്ണിന്റെ കുടുംബം പുറത്തുവിട്ടിട്ടുണ്ട്. ആ വീഡിയോ ഫൂട്ടേജ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവൻ എങ്ങനത്തെ ഒരു സൈക്കോപാത്ത് ആണെന്ന്. എനിക്ക് ആദ്യം ഇത് കണ്ടപ്പോൾ പണ്ടിലെ കുംബ്ലങ്ങി നൈറ്റ്സിനകത്ത് ഷമിയെ പോലൊക്കെയാണ് ഫീൽ ചെയ്തത്. ഏതാണ്ട് അതുപോലുള്ള ഒരു മാനറിസവും ലുക്കും ഒക്കെ. അപ്പൊ കൺഫേം സൈക്കോപാത്ത് ആണ്, അതിനകത്ത് ഒരു സംശയമില്ല. അത് കാണുമ്പോഴേ മനസ്സിലാവും. ഈ 12 കൊല്ലം ഈ പെണ്ണ് ഇവന്റെ കൂടെ എങ്ങനെ ജീവിച്ചെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ അതുല്യ ഇവനെ പറ്റി കൂട്ടുകാരിക്ക് അയച്ച ഒരു വോയിസും പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ ആ വോയിസ് ആദ്യം ഒന്ന് വെക്കാം. ചവിട്ടി കൂട്ടിയെന്ന് ഡിസ്റ്റർബൻസ് ആണ് ഉറങ്ങുന്നതിനെന്നും പറഞ്ഞു. എനിക്ക് വയ്യാടി, വയ്യ, വയറെല്ലാം ചവിട്ടി സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ കാണിച്ചിട്ട് അയാളുടെ കൂടെ തന്നെ അയാളുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. പറ്റുന്നില്ല, ചെയ്യാൻ പോലുള്ള ധൈര്യമില്ല എനിക്ക്. മദ്യപിച്ചു കഴിഞ്ഞാലാണ് ഇവൻ ഈ മാതിരി തോന്നിവാസങ്ങൾ കാട്ടിക്കൂട്ടുന്നത്. ഇവൻ പറയുന്നത് ഇവൻ കുടിക്കാറുണ്ട്, പക്ഷെ റെഗുലർ ആയിട്ട് കുടിക്കാറില്ല, വല്ലപ്പോഴും മാത്രമേ കുടിക്കാറുള്ളൂ എന്നുള്ള തരത്തിലാണ് ഇവന്റെ ഒരു എക്സ്പ്ലനേഷൻ. ഞാൻ ഈ വീക്കെൻഡ് ഞാൻ കഴിക്കാറുണ്ട്. ഞാൻ സൈറ്റിൽ വിയർത്ത് ജോലി ചെയ്ത് വരുന്ന മനുഷ്യനാണ്. ഞാൻ വല്ലപ്പോഴും വീക്കെൻഡ് ഞാൻ കഴിക്കാറുണ്ട്. ഡെയിലി എനിക്ക് കഴിക്കാനും പറ്റത്തില്ല, എന്റെ ആരെയും സമ്മതിക്കത്തില്ല. ഞാൻ ഷുഗർ പേഷ്യന്റ് ആണ്. ഞാൻ ഡെയിലി ഇൻസുലിൻ എടുക്കുന്ന മനുഷ്യനാണ്. എനിക്ക് അങ്ങനെ ഡെയിലി ഇവർ പറഞ്ഞ ഡെയിലി കഴിക്കാൻ പറ്റത്തില്ല. നല്ല രീതിയിൽ ഇവൻ ക്യാമറയുടെ മുന്നിൽ വന്ന് അഭിനയിക്കുന്നുണ്ട്. ഇവൻ ഇപ്പൊ ശ്രമിക്കുന്നത് ഈ കുറ്റം മൊത്തം അതുല്യ എന്ന് പറയുന്ന ഇവരുടെ തലയിലോട്ട് കെട്ടിവെക്കാനാണ്. ഈ മരണത്തിന് കാരണക്കാര് തന്നെ ഇവരാണ് എന്നുള്ള തരത്തിൽ വരുത്തി തീർക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. എന്താണെങ്കിലും ഇവന്റെ പേരിൽ കേസായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പെൺകുട്ടീന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. അത് പുറത്തു വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. ഇനി ഈ പെൺകുട്ടീന്റെ മാരേജിലോട്ട് വരാം. നമ്മുടെ കേരളത്തിലുള്ള പേരൻസ്, നിങ്ങൾ അറിയണം, ഈ പെൺകുട്ടികളെ നേരത്തെ ഏതെങ്കിലും ഒരുത്തനെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന പേരൻസ് നിങ്ങളിത് കേൾക്കണം. 18-19 വയസ്സായ സമയത്താണ് ഈ പെൺകുട്ടീന്റെ മാരേജ് നടക്കുന്നത്. ഇതിനെ ഹയർ സ്റ്റഡീസിന് വിട്ടിട്ടില്ല. ഈ പെൺകുട്ടിയെ കല്യാണം കഴിഞ്ഞ് പഠിക്കാൻ വിടാം എന്നുള്ള തരത്തിലൊക്കെയാണ് ഇവൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നത്. അതിനുശേഷം ഇതിനെ ഒരു ഹയർ സ്റ്റഡീസിന് വിട്ടിട്ടില്ല. കോളേജ് ഡ്രോപ്പ് ഔട്ട് ആണ്. കല്യാണത്തിന് മുമ്പ് പലതരത്തിലുള്ള വാഗ്ദാനവും കൊടുത്തു, അതൊന്നും പാലിച്ചിട്ടില്ല. പെണ്ണിന്റെ അമ്മ തന്നെ വന്നിരുന്ന് പറയുന്നുണ്ട് കല്യാണത്തിന് മുന്നേ തന്നെ ഇവനുമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇവൻ ഫോൺ വിളിക്കുന്ന സമയത്ത് എടുക്കാൻ താമസിച്ചു കഴിഞ്ഞാൽ അവനോട് പ്രശ്നം ഉണ്ടാക്കും. എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷവും ഈ മാരേജ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പോയി ഈ വീട്ടുകാരെ ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ അതുല്യയുടെ അമ്മയുടെ എക്സ്പ്ലനേഷൻ കേൾക്കണം. നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള ഒരുത്തന്റെ വീട്ടിലോട്ട് ഇവർ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടും തന്റെ മകളെ ഇവർ കെട്ടിച്ചു വിട്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ മരണത്തിന് ഇവരുടെ ഭാഗത്തും നല്ലൊരു പങ്കുണ്ട്. പലവട്ടവും നിശ്ചയം കഴിഞ്ഞിട്ട് മോതിരം ഊരി കൊടുത്തതാ. വേണ്ട, ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം അവരുടെ അമ്മ വരും, തൂങ്ങിച്ചാവും, അല്ലെങ്കിൽ കിണറ്റിൽ ചാടി, ഞങ്ങളുടെ കിണറ്റിൽ ചാടി ചാവുമെന്നും പറഞ്ഞു. അന്നേരമൊക്കെ എല്ലാവരുടെയും കാല് പിടിച്ച് അവർ ജീവിച്ചിരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തിയാ പിന്നെ എൻ്റെ കുഞ്ഞ് ഇതെല്ലാം സഹിച്ച് ക്ഷമിച്ച് ജീവിച്ചത്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇവരെന്തിന് ഇവരുടെ മകളെ ഇന്ന് ആരുടെ കൂടെ കെട്ടിച്ചു വിട്ടെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഏതെങ്കിലും വീട്ടുകാർ ചെയ്യുന്ന പരിപാടിയാണോ? അപ്പോൾ ഇല്ല തലയിലെ ഭാരം ഒഴിച്ച് വിൽക്കുന്നതിന്റെ കൂട്ട്, ഇല്ല വഴിപാട് കഴിപ്പിക്കുന്നതിന്റെ കൂട്ട് കെട്ടിച്ചങ്ങ് വിട്ട്. കൃത്യമായിട്ട് പഠിക്കാൻ വിട്ടില്ല. എന്നാലും മാരേജ് കഴിഞ്ഞോ ഈ പെൺകുട്ടിയുടെ ജീവിതം നല്ലതായിരുന്നോ? വളരെ മൃഗീയമായിട്ടാണ് ഇവൻ ഈ പെണ്ണിനെ ട്രീറ്റ് ചെയ്തത്. അതുല്യയുടെ കൂട്ടുകാരി പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്, നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ആ കുഞ്ഞിന് സമാധാനം സത്യത്തിൽ കിട്ടിയിട്ടില്ല. എപ്പോഴും ഓരോ ഇഷ്യൂസാ. പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് കുഞ്ഞ് 5-ാം മാസം ഉള്ളപ്പം ഷൂ വെച്ച് അവിടെ വയറ്റി ചവിട്ടിട്ടുണ്ട് പുള്ളി. ക്ലിയർ ഡൊമസ്റ്റിക് വയലൻസ് ആണ്. ഇത് ഇവന്റെയും കൂടെ കുഞ്ഞല്ലേ. ഇവനൊരു അടിമയെ പോലാണ് ഇവരെ ട്രീറ്റ് ചെയ്തത്. ആരോടും മിണ്ടാൻ ഇവൻ സമ്മതിക്കില്ല. ഇവന്റെ ചൊൽപ്പടിക്ക് നിൽക്കണം. ഇവൻ ജോലിക്ക് പോകുമ്പോൾ റൂം പൂട്ടിയിട്ടാണ് പോകുന്നത്, പുറത്തോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. ലിറ്ററലി ഇവന്റെ അടിമയെ പോലാണ്. ഇവന്റെ ഷൂ കാലേ വരെ ഇടിപ്പിച്ച് കൊടുക്കണം. അത്തരത്തിലാണ് ഇവരെ ട്രീറ്റ് ചെയ്തത്. കഴിഞ്ഞില്ല, വേറൊരു വോയിസും കൂടെ ഞാൻ വെക്കാം. ചാനലിനോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ്. അവന് എന്താ പറയാ, യൂറിൻ പാസ് ചെയ്തിട്ട് അത് വരെ അവളെ കൊണ്ട് കുടിപ്പിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് അവൾ.
ഇത്രയൊക്കെ സഹിച്ച് ഈ പെണ്ണ് ഇവന്റെ കൂടെ എന്ത് ഇത്രയും നാൾ നിന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇങ്ങനെയൊക്കെ ഒരു പെണ്ണിനെ ട്രീറ്റ് ചെയ്യുന്ന ഇവനെ സൈക്കോപാത്ത് എന്നല്ല, അതിനേക്കാളും വലിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിളിക്കണം. ഒന്നെങ്കിൽ ഈ പെണ്ണിന് അവരുടെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഒരു സപ്പോർട്ട് കിട്ടി കാണത്തില്ല. ഇവന്റെ ഒരു ഹാൻഡ് കർച്ചീഫ് എങ്കിലും കഴുകാൻ മറന്നു കഴിഞ്ഞാൽ ആ ഹാൻഡ് കർച്ചീഫ് കൊണ്ട് ഈ ബാത്റൂമും കിച്ചനും തുടച്ചിട്ട് അത് വെച്ച് ഈ പെണ്ണിന്റെ മുഖം തുടച്ചിട്ട് പറയും ഇത് നിനക്കുള്ള പണിഷ്മെന്റ് ആണ്. സോ ഇത്രയും ക്രൂരതകളാണ് ഇത്രയും കാലം ഈ 10-12 കൊല്ലമായിട്ട് ഈ പെണ്ണ് അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഈ അതുല്യയുടെ അച്ഛന്റെ ബ്രദർ വന്ന് പറയുന്നുണ്ട് പലപ്പോഴായിട്ട് ഇവർ ഡിവോഴ്സിന് ഒരുങ്ങിയതാണെന്ന്. നിങ്ങൾ നിർബന്ധം പിടിച്ചെങ്കിലും നിർബന്ധം പിടിച്ച് ബന്ധം ഒഴിഞ്ഞ് വിടാന്നൊക്കെ പറഞ്ഞ വീണ്ടും കുറച്ച് ദിവസം നിൽക്കുമ്പോൾ തന്നെ കേസും മഴക്കൊക്കെ പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ കേസ് കൊടുത്തിട്ട് തെക്കുമ്പോൾ പോലീസ് സ്റ്റേഷൻ കേസുണ്ട്. ഇവിടെ വരും പിന്നെ അമ്മയെ വിളിക്കും, അല്ലെങ്കിൽ എൻ്റെ അമ്മയെ പോയി വിളിക്കും, എൻ്റെ അമ്മയുടെ കാല് പിടിക്കും, അമ്മയെ ഞാൻ നോക്കിക്കോളാം, അമ്മയെ എനിക്ക് അവത്തം പറ്റി തെറ്റ് പറ്റി ഇങ്ങനെ പറയാമെന്ന് ഒന്ന് വീണ്ടും കൊണ്ടുപോകാം. ഇതാണ് നടക്കുന്നത്. ബന്ധം ഒഴിയാൻ വേണ്ടി പോവും, ഇവൻ വന്ന് കൺവിൻസ് ചെയ്തിട്ട് ഈ പെണ്ണിനെ വിളിച്ചോണ്ട് പോകും. ഇവനെ വീട്ടിലോട്ട് കയറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അന്നേരം രാത്രി മതിലയാടി ഈ പെണ്ണിനെ വിളിക്കാൻ വേണ്ടി വന്നു എന്നുള്ള തരത്തിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ബന്ധം ഒഴിയുന്ന ഒരു ലെവലിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവൻ എന്തെങ്കിലും പറഞ്ഞ് സ്നേഹം നടിച്ചോ എന്തെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്താൽ കൊണ്ടുപോകും. ഇതിൽ പക്ക ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, ടോക്സിക് അല്ല, അതിന്റെ അപ്പുറം നിൽക്കുന്ന റിലേഷൻഷിപ്പാണ്. എല്ലാ ടോക്സിസിറ്റിയും സഹിച്ച് നിൽക്കുന്ന പാർട്ണർ അല്ലെങ്കിൽ കാമുകി എത്ര സഹിച്ചാലും ഒന്ന് സ്നേഹം നടിക്കുമ്പോഴത്തേക്ക് അവർക്ക് നമ്മളോട് സ്നേഹമാണെന്ന് കരുതിയിട്ട് പിന്നെയും പിന്നെയും ഇതിനകത്ത് ഇങ്ങനെ വീണോണ്ടിരിക്കും. അങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ ഈ പെൺകുട്ടികൾക്ക് എത്ര കിട്ടിയാലും ഒരു പഠിക്കില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒന്ന് സ്നേഹം നടിച്ച് കാണിക്കുമ്പോഴത്തേക്ക് ഇവരതിനകത്ത് അങ്ങ് വീഴും. ഈ ചെയ്യുന്നതെല്ലാം സ്നേഹം കൊണ്ടല്ലേ എന്നുള്ള രീതിയിൽ അങ്ങ് കണക്കാക്കി പിന്നെ അവന്റെ കൂടെ അങ്ങ് പൊറുക്കും. ഇത് അനുഭവിച്ച് ഇങ്ങനെ പോവുകയാണ്. ഇതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ അതുല്യയുടെ കൂട്ടുകാരിയുടെ ഒരു വോയിസ് ഞാൻ അവിടെ വെക്കാം. മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വരല്ലേ അതുല്യെ, കുഞ്ഞിനെ പറ്റിയിട്ട് എപ്പോഴും ഓർക്കണം നീ എന്ന് പറയുമ്പോൾ അവൾ ഇങ്ങോട്ട് നമുക്ക് മോട്ടിവേറ്റ് ചെയ്യും. ഇല്ലടി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, എനിക്ക് എൻ്റെ മോളെ ഉള്ളു, മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നതെന്നൊക്കെ. കഴിഞ്ഞ 11-ാം തീയതി കൂടി ഞാനും അവളോട് ഈ ഒരു വിഷയമായിരുന്നു സംസാരിച്ചത് മുഴുവനും. ഇങ്ങനെ സംസാരിച്ച അതുല്യ എന്തിനിങ്ങനെ ചെയ്തു എന്ന് മനസ്സിലാവുന്നില്ല. ഈ കൂട്ടുകാരി പറയുന്നത് ഇപ്പം നടക്കുന്നതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട്, എങ്കിൽ അപ്പോൾ അത് ചെയ്യാമായിരുന്നു, എന്തിനിപ്പോ ചെയ്തു. മാത്രമല്ല ഇത് മരിക്കുന്നതിന് തൊട്ടടുത്ത ദിവസം ഇവര് ഷാർജയിൽ ഒരു മാളിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിരുന്നതാണ്. ആ തൊട്ട് മുമ്പത്തെ ദിവസം വരെ വളരെ സന്തോഷമായിട്ടാണ് ഫോണിൽ സംസാരിച്ചതെന്നും കൂട്ടുകാരി പറയുന്നുണ്ട്. ഇന്റർവ്യൂവിന് പോയത് പുള്ളി ഓക്കെ ആയിരുന്നു. പുള്ളിയോട് സമ്മതം ചോദിച്ചിട്ടാണ് അവൾ ഇവിടെ വന്നതും ഡ്രസ്സ് വാങ്ങാനും ബാഗൊക്കെ വാങ്ങിയാണ് പോയത്. അപ്പം രാത്രി 11:25 വരെ അവൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ആ ടൈം വരെ അവൾ ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. കാരണം അവൾ ഇവിടെ വെച്ചിട്ട് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് എനിക്ക് തന്നെ അയച്ചു തന്നു. എന്നിട്ട് ലാസ്റ്റ് അവള് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്ത് ഫോട്ടോ എങ്ങനെ ഉണ്ടടി കൊള്ളാവോ, ഇത് എനിക്ക് ഇടാൻ പറ്റുമോ, DP ഇടട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഇട്ട് അത്ര 11:25 വരെ അവള് ഹാപ്പി ആയിട്ടാണ് സംസാരിച്ചത്. പിന്നെ ഒരു കാര്യം, അവൾ എന്തോ ഈ ജോബിന്റെ പരമായിട്ടുള്ള ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നില്ല. ഇവിടെ പിറന്നാളായിരുന്നു 19-ാം തീയതി. അപ്പൊ ലാസ്റ്റ് അവൾ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, നീ സ്റ്റാറ്റസ് ഇടണ്ട ഫോട്ടോ, കാരണം എല്ലാരും കാണുമ്പം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തില്ലെന്നൊക്കെ ചോദിക്കും. ഇത് അറിയേണ്ട ആള് ഇത് ഒന്നും അറിയാത്ത പോലെ നിൽക്കുവാണ്, പുള്ളി ഓർക്കത്തില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഒരു വിഷമ രീതിയിൽ സംസാരിച്ചു. ഓ ബർത്ത്ഡേ എന്തുവാടി, ഓർക്കണ്ട ആൾ ഓർക്കത്തില്ലല്ലോ എന്നൊക്കെ. ചിലപ്പോൾ അതിനെക്കുറിച്ച് വല്ല സംസാരം അവിടെ നടന്നോ. സോ ഇത്രയും ഹാപ്പി ആയിട്ട് സംസാരിച്ച ഒരു വ്യക്തി എങ്ങനെ കടുങ്കൈ ചെയ്യും എന്നാണ് മനസ്സിലാവാത്തത്. എനിക്കിവിടെ തോന്നുന്നൊരു കാര്യം ഞാൻ പറയാം. ഇവർ ഇത്രയും കാലം സഹിച്ച് ക്ഷമിച്ച് ഈ 12 കൊല്ലം ഇവന്റെ കൂടെ നിന്നതാണ്. അപ്പോഴൊന്നും സംഭവിക്കാത്ത എന്തോ ഒരു കാര്യം ഇവരുടെ ഇടയിൽ നടന്നിട്ടുണ്ട്. ഈ പെണ്ണിന് ഒട്ടും സഹിക്കാൻ പറ്റാത്ത, ഇത്രയും നാൾ സഹിച്ച് നിന്നിട്ടും അതിന് സഹിക്കാൻ പറ്റുന്നതിനപ്പുറം എന്തോ ഒരു ആക്ട് ഇവനിൽ നിന്ന് ഈ പെൺകുട്ടി നേരിട്ടിട്ടുണ്ട്. അതേ തുടർന്നാണ് ഈ ഒരു കടുങ്കൈ ഇത് ചെയ്തേക്കുന്നത്. ഈ സതീഷ് ശങ്കർ എന്ന് പറയുന്ന ഇവനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവൻ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ അതുല്യാണ് ഇവനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഇവനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന തരത്തിലുള്ള ഒരു വെർഷനാണ് ഇവൻ പറയുന്നത്. ആ വീഡിയോ ഞാനൊന്ന് വെക്കാം. അവളാണ് ഏറ്റവും കൂടുതൽ, ആ കുഞ്ഞാണ് എന്നെ ഉപദ്രവിക്കുന്നത്. അവളാണ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ഒരു ഇതങ്ങ് മാറ്റി. ആ കുഞ്ഞാണ് കെയർ സ്നേഹമായിരുന്നു എന്ന് നാട്ടുകാരെ അറിയിപ്പിക്കാനുള്ള ഒരു ഇത്. ദേഷ്യം വരുമ്പോൾ അവൾ ഭയങ്കര, അവൾക്ക് അമ്മയ്ക്കും അറിയാം അച്ഛനും അറിയാം, അവൾക്ക് ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യമുള്ളൂ. അവൾക്ക് കൈ കിട്ടിയൊക്കെ എടുത്ത് നോക്കുന്നു ഉണ്ടോ. ഇതൊന്നും അല്ല, ഇനിയുണ്ട്. ഇതൊന്നും ഞാൻ സ്വയം ചെയ്യുന്നതല്ലോ. അടിച്ചതിന്റെ പാടല്ല, പക്ഷെ എന്തിന്റെ പാടാണത്? ഇത് അടിച്ച പാടാട്ടെ മൊത്തം. ഇത് അവൾ എന്തൊക്കെ കാണിച്ചാണത്. ഇതിപ്പോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാം ഇവനെ കാണിച്ച പാടുകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത് ഫ്രഷ് ആയിട്ടുള്ള പാടുകളാണ്. 1-2 ദിവസത്തിനുള്ളിൽ നടന്നൊരു സംഭവമാണ്. അപ്പോൾ ഇവര് തമ്മിൽ എന്തൊക്കെയോ ഒരു ഇഷ്യൂ കാര്യമായിട്ട് ഈ ദിവസത്തിന് മുമ്പ് നടന്നിട്ടുണ്ട്. അതിനെപ്പറ്റി ഇവൻ സംസാരിക്കുന്നില്ല. അതെന്താണ്, അതിന് കാരണം എന്താണെന്ന് ഇവൻ ഒരിടത്തും പറയുന്നില്ല. ഇവനിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് ബ്ലെയിമും അതുല്യയുടെ തലയിലോട്ട് കെട്ടിവെക്കാനാണ്. അത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് കാണിച്ചു തരാം. ഇവൻ ഇനി പാസ്റ്റ് ഇൻസിഡന്റിലോട്ട് പോവാണ്. ഇവന്റെ കൈ തല്ലി ഒടിച്ചു എന്നുള്ള തരത്തിലുള്ള ഒരു ഇൻസിഡന്റിലോട്ട് പോവാണ്. അത് വെക്കാം. പറഞ്ഞു ഞാൻ ബാത്റൂമിൽ സ്ലിപ്പാട്ടി വീണയാണ്. അതല്ല, ഞാൻ ഒരാഴ്ച ഇങ്ങനെ കൈ കെട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു. ഞാൻ ബാത്റൂം വീണല്ലേ, ഇവളോട്ട് പ്രശ്നം വന്നപ്പോൾ ഇവളെന്നെ തള്ളി ഞാൻ താഴെ പേടിച്ചാണ്. താഴെ പേടിച്ചിട്ട് ഞാൻ ഒരാഴ്ച സ്ലിംഗ് ഇട്ടുകൊണ്ടിരുന്നു. ആ സ്ലിംഗ്, ആ ബെൽറ്റ് ഊരി അവളെന്നെ അടിച്ചു.
എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ കുഞ്ഞ് കാണിച്ചത് അവിടെ ദേഷ്യമാണ്. ഞാൻ ഒരിക്കലും അവളെ കുറ്റം പറയത്തില്ല. ആ കുഞ്ഞ് എന്നോട് അതുല്യ തള്ളി ഇവനെ താഴെ ഇട്ട് അങ്ങനെ ഇവന്റെ കയ്യിൽ സ്ലിംഗ് ഇട്ടുകൊണ്ട് ഇവൻ നടന്നു എന്നുള്ള തരത്തിലാണ് ഇവൻ പറയുന്നത്. എന്നിട്ട് വളരെ നന്മപരമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും അവളെ കുറ്റം പറയത്തില്ല. അപ്പം നോർമലായിട്ടുള്ള ഒരു വ്യക്തി അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം പറയും. ഇവനിപ്പോ ഈ വന്ന് അഭിനയിക്കുന്ന എന്തിന്റെ ബേസിലാണെന്ന് നമുക്ക് ചോറ് നിന്നവർക്ക് മനസ്സിലാവും. ഇനി വേറൊരു കാര്യം കൂടെ ഇവൻ പറഞ്ഞു വെക്കുന്നുണ്ട്, അത് ഭയങ്കര സൈക്കോളജിക്കലായിട്ടൊരു മൂവ് ആട്ടോ. കാര്യം എല്ലാവരും വന്നിട്ട് ഇവനെയാണ് ബ്ലെയിം ചെയ്യുന്നത്, ഇവൻ കാരണമാണ് മരിച്ചതെന്ന്. അന്നേരം ഇവൻ നൈസായിട്ട് അത് തിരിച്ച് അടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ കുഞ്ഞിന് എന്ത് പറ്റി എനിക്കറിയണം. അവൾ ഒരിക്കലും ശരിയത്തില്ല. അത് 100 അല്ല 200% ഞാൻ പറയുന്നു. എൻ്റെ കുഞ്ഞ് ഒന്നുകിൽ എന്നെ പേടിപ്പിക്കാൻ കാണിച്ച അബദ്ധം, ഇല്ലെങ്കിൽ അവൾക്ക് എന്തോ പറ്റി. എനിക്കിത് അറിയണം, എന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. നല്ല അടിപൊളി അഭിനയം. എല്ലാവരും ഇവനെ കുറ്റം പറയുന്നത് തിരിച്ചടിക്കുകയാണ്, എനിക്കും അറിയണം എന്നുള്ള തരത്തിൽ. മനസ്സിലായ? ഈ അതുല്യ മരിച്ചതിന് ശേഷം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടു, ഞാനും പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ പക്ക ഈ സാധനത്തിനെ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനങ്ങ് നന്മപരമാവാൻ ശ്രമിക്കുകയാണ്. ഇവൻ നല്ലവനാണെന്നുള്ള തരത്തിൽ ഇവൻ പറഞ്ഞ് പരത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വേറൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പം വേറെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുല്യ കഴിഞ്ഞ വർഷം നവംബർ മാസം ഇവിടെ നാട്ടിൽ പോയായിരുന്നു. അന്ന് അവള് പ്രഗ്നന്റ് ആയിരുന്നു. രണ്ടാമത്തെ കുഞ്ഞ് 2.5 മാസമായി. ആ സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു. പക്ഷെ അവക്കത് കുഞ്ഞിനോട് ഒട്ടും താല്പര്യമില്ലാതെ, എന്റെ പെർമിഷൻ ഇല്ലാതെ അവള് കൊണ്ടുപോയി അബോർഷൻ ചെയ്തു. ഞാൻ റീസൺ ചോദിച്ചപ്പോൾ ഞാൻ വീക്കെൻഡ് ഞാൻ കഴിക്കാറുണ്ട്, വല്ലപ്പോഴും കഴിക്കാറുണ്ട്. ശരിയാണ്, എന്റെ ജോലി സിവിലായതുകൊണ്ട് ഞാൻ ഇങ്ങനെ വല്ലപ്പോഴും ഇടയ്ക്ക് ഞാൻ കഴിക്കാറുണ്ട്. സത്യമുള്ള കാര്യമാണ്. ആ ഒരു 2-3 മാസം ഞാൻ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഇവിടെ കിടന്ന് ഞാൻ നല്ലോണമൊക്കെ ഒരു മദ്യത്തിന്റെ ഇതിലോട്ട് ഞാൻ പോയി. അതിനുശേഷം ഞാൻ ക്ഷമിച്ച് ഞാൻ പിന്നെ വിളിച്ചുകൊണ്ട് വന്നു. ഈ ഏപ്രിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു അമ്മയും മോളും അവളൊക്കെ ആയിട്ടാ വന്നത്. പക്ഷെ എനിക്കിത് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിനുള്ള റീസൺ ഇവൻ കൃത്യമായി കണ്ട് അതുല്യ കൊണ്ട് അബോർഷൻ ചെയ്തു, ഇവന്റെ അടുത്ത് പറയാതെ. അതുകൊണ്ട് അതുല്യ എടുത്ത് ഇവന് ദേഷ്യം ഉണ്ടായിരുന്നു. ഒരു പ്രോപ്പർ റീസൺ ആയേ പിടികിട്ടിയോ? അപ്പൊ ഒരു കൃത്യമായ ഒരു സ്റ്റോറി ലൈൻ ഇവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തവൻ പറയുന്ന ബ്ലെയിമിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അതുല്യ കാരണം ഇവന്റെ വീട്ടുകാരെ പോലും അടുപ്പിക്കാറില്ല എന്നുള്ള തരത്തിലാണ്. അതൊന്ന് വെക്കാം. ജീവിക്കണം. ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 5 പൈസ പോലും ഞാൻ കൊടുക്കുന്നില്ല. എന്റെ ചേട്ടാ അത്രയ്ക്ക് എന്നോട് സ്നേഹമായിരുന്നു. അതുലേക്ക് ഇഷ്ടമല്ല, അതുലേക്ക് അത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യാതിരുന്നു. അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു. അമ്മയെ വിളിക്കാതിരുന്നു, സഹോദരങ്ങളെ മൈൻഡ് ചെയ്യായിരുന്നു, സുഹൃത്തുക്കളെ മൈൻഡ് ചെയ്യായിരുന്നു. അവൾ അത്ര പൊസസീവ് ആയിരുന്നു. എനിക്കും അത്രയും തന്നെയായിരുന്നു. ഇവന്റെ അമ്മയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അധികമൊന്നും ഒരു കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതിനകത്ത് ഇവർ പറയുന്നുണ്ട് 4 കൊല്ലമായി ഇവൻ വീട്ടിലോട്ട് വിളിച്ചിട്ട്. ഇവൻ ഇതിനകത്ത് തന്നെ പറയുന്ന കാര്യം, ഇവന്റെ ചേട്ടനെ ഇവൻ വിളിക്കാറില്ല, ഇവന്റെ അമ്മയെ വിളിക്കാറില്ല, ആരും വിളിക്കാറില്ല. ഇതിനെല്ലാം കാരണം അതുല്യാണ് എന്നുള്ള തരത്തിലാണ് ഇവൻ പറഞ്ഞു വെക്കുന്നത്. ഇവന്റെ കുറെ വീഡിയോസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു കസേര എടുത്ത് ഇങ്ങനെ പൊക്കിയെടുത്ത് അടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അന്നേരം പറഞ്ഞു, ഞാൻ അടിച്ചില്ലല്ലോ ചേട്ടാ, എന്നെങ്കിൽ പിന്നെ എനിക്ക് അങ്ങ് അടിച്ചാൽ പോരായിരുന്നോ എന്നുള്ള തരത്തിലൊക്കെയാണ് ഇവൻ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. ആ വീഡിയോ കാണുന്നവർ കൃത്യമായി മനസ്സിലാവും ഇവൻ ഒരു എക്സ്ട്രീം സൈക്കോപാത്താണ്. ഇവൻ എല്ലാത്തിനും ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടെന്നുള്ളതാണ്. ഇവന്റെ വീട്ടുകാർ ആരോപിക്കുന്നുണ്ടായിരുന്നു അതുല്യ സ്ത്രീധനം കൊടുത്തില്ലെന്ന് പറഞ്ഞ് ഇവൻ അവളെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്ന് വീട്ടുകാരുടെ ഒരു ആരോപണം വന്നിട്ടുണ്ട്. അതിനെ ഇവൻ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. വളരെ വിദഗ്ധമായിട്ടാണ് ഇവൻ ഇതെല്ലാം ചെയ്യുന്നത്. ഒരു വീഡിയോ ഒന്ന് എനിക്ക് 2 lakhs സാലറി ഉണ്ടെന്ന്, സോറി 2.5 ഉണ്ട്. എനിക്ക് 2.5 ഉണ്ട്. എന്റെ അക്കൗണ്ടിൽ 1000 രൂപ ഇല്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ഇവിടെ ഇല്ല. എന്റെ സുഹൃത്തിന്റെ ക്രെഡിറ്റ് കാർഡ് വാങ്ങിച്ചാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി. മന്ത്ലി 2.5 ലക്ഷം സാലറി മേടിക്കുന്നവന്റെ അക്കൗണ്ടിൽ പൈസ ഇല്ല. എങ്ങോട്ട് പോകുന്നു? ചോദ്യചിഹ്നമാണ്. അവിടെയും അവൻ ഇൻഡയറക്റ്റ് ആയിട്ട് അതുല്യാണ് അതിനകത്ത് പെടുത്താൻ ശ്രമിക്കുന്നത്. ഇവള് കാരണമാണ് അക്കൗണ്ടിൽ പൈസ ഇല്ലാതെ വരുന്നത്. അവിടെ അവൻ പറയുന്ന വേറൊരു കാര്യമുണ്ട്, ഇത്രയും സാലറി മേടിക്കുന്ന ഇവൻ എന്തിനാണ് ഡൗറി എന്നുള്ളൊരു ചോദ്യം കൂടെ അവൻ അവിടെ വെക്കുന്നുണ്ട്. പിടികിട്ടിയോ? അപ്പൊ കൃത്യമായി ഇവന് നേരെ വരുന്ന അലിഗേഷൻസ് എല്ലാം ഒരു പ്രോപ്പർ സ്റ്റോറി വെച്ച് ഇവൻ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാത്തിന്റെ അവസാനം ഇതെല്ലാം അതുല്യ കാരണമാണ്. എന്നിട്ട് ഇവൻ ഒരു നന്മമരമാകാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അതുല്യോട് ഭയങ്കര സ്നേഹമായിരുന്നു എന്ന് തെളിയിക്കുന്ന വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതുല്യ ഇറങ്ങിപ്പോയ സമയത്ത് ഇവനാണ് ഫോഴ്സ്ഫുള്ളി ഈ പെൺകുട്ടിയെ ഇവിടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത്. സംസാരിക്കായിരുന്നു. ഞാൻ പറഞ്ഞാണ്, ഞാൻ പല പ്രാവശ്യം അവള് പോകണമെന്നുള്ള മൈൻഡിക്കും ഞാൻ പിടിച്ചു. കഴിഞ്ഞ ആഴ്ച തന്നെ അവള് ബാഗൊക്കെ എടുത്തു പുറത്തിറങ്ങി. ഞാൻ ഓടിപ്പോയി പിടിച്ച് പൊക്കിയെടുത്ത് ഞാൻ ബലം പ്രയോഗിച്ച് കൊണ്ടുവന്ന് കാല് പിടിച്ചു. കാല് വീണു. അവളെ ചെയ്യരുത്. എന്നാലും അവള് പറഞ്ഞു, ചേട്ടാ നമ്മൾ ശരിയാവത്തില്ല, എനിക്ക് പോകണം. വിട്ടുകൊടുക്കുന്നതായിരുന്നില്ല നല്ലത്? ആയിരുന്നു. പിന്നെ എനിക്കാരാ ഉള്ളത്? ഇവന്റെ അടിമയായിട്ട് വേറെ ആരും വരുത്തില്ല. അപ്പോഴും അവിടെ അവന്റെ സൈഡ് അവൻ ഓക്കെ ആക്കിയിട്ട് ഈ പെൺകുട്ടിയെ ബ്ലെയിം ചെയ്യണം. ഇത്രയും കേട്ടതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇവന്റെ വീട്ടുകാരുമായിട്ട് തെറ്റി, ഇവന്റെ ചേട്ടനുമായിട്ട് തെറ്റി, ഇത്രയും സാലറി മേടിക്കുന്നവന്റെ അക്കൗണ്ടിൽ പൈസ നിൽക്കുന്നില്ല, ഇവന്റെ കുഞ്ഞിനെ ഇവൾ അബോർട്ട് ചെയ്ത് കളഞ്ഞു, അതുല്യ കാരണം ഇവൻ ഡൊമസ്റ്റിക് വയലൻസ് നേരിടുന്നു. സോ ഇത്രയും കാര്യങ്ങൾ ഇവൻ നേരെ തിരിച്ചടിക്കുകയാണ്. അതുല്യയുടെ മേപ്പോട്ട് ബ്ലെയിം ഇട്ട് കൊടുക്കുകയാണ്. അവള് കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. എന്നിട്ട് അവൾ എന്തിനാ
ആത്മഹത്യ ചെയ്തു എന്ന് എനിക്ക് അറിയില്ല, അതിന്റെ റീസൺ എനിക്ക് അറിയണം എന്ന് പറഞ്ഞ ആളുകളെ ക്ലിയർ ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ലോകൂടായി നല്ല പഠിച്ച കള്ളൻ, അടിപൊളി ആക്ടിങ്. എന്താണ് ഗൈസ് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത്? ഇവിടെ ആദ്യം തെറ്റ് ചെയ്തിരിക്കുന്നത് അതുല്യയുടെ വീട്ടുകാരാണ്. അവരാണ് ഇതിന്റെ ഏറ്റവും മെയിൻ റീസൺ. ഇങ്ങനെയുള്ള ഒരുത്തന്റെ കൂടെ ഇത്രയും ചെറു പ്രായത്തിൽ തന്നെ ഈ പെണ്ണിനെ കെട്ടിച്ചു വിട്ടതിന്. ഈ പെണ്ണിന്റെ വീട്ടിൽ ആർക്കെങ്കിലും നട്ടല്ലെന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നെങ്കിൽ ഈ സംഭവം ഇങ്ങനെ നടക്കൂല. അതുല്യയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തന്നെ ഞാൻ പറയും. ഇവനെ പോലുള്ള ഇങ്ങനെയുള്ള ഒരു പരനാറിയെ ഈ 12 കൊല്ലം സഹിച്ചതിന്, ഇവനെ പോലുള്ളവനൊക്കെ സഹിച്ച് ഇവന്റെ അടിമയായിട്ട് കഴിയുന്നതിലും ഭേദം ഒരു സിംഗിൾ മദറായിട്ട് ജീവിക്കുന്നത് തന്നെയാണ്. അല്ലാതെ ഇവൻ കാണിക്കുന്ന കെയറും ഉപദ്രവമൊക്കെ അതൊരു സ്നേഹമായിട്ട് നിങ്ങൾ ഒരിക്കലും കണക്കാക്കരുത്. പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പൊക്കോണം. അവന്റെ ആട്ടും തുപ്പും കേട്ട് ജീവിതം ഹോമിക്കേണ്ട ഒരാവശ്യവും ഒരു പെണ്ണിനും ഈ നാട്ടിലില്ല. അതിന് സപ്പോർട്ട് കൊടുക്കേണ്ടത് അവിടെ പേരൻസ് ആണ്. ഇവന്റെ കൂടെ ഒന്നും ജീവിക്കാൻ പറ്റില്ലെന്ന് പെണ്ണിന്റെ വീട്ടിൽ പോയി പെണ്ണ് പറയുവാണെങ്കിൽ മിക്കവാറും പേരൻസ് പറയുന്ന ഒരു ഡയലോഗ് ആയിരിക്കും, കല്യാണം മുമ്പ് അങ്ങനെയൊക്കെയാണ്, നീ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. സോ എങ്ങും നിന്നും സപ്പോർട്ട് ഇല്ലാതെ വരുമ്പോഴൊക്കെയാണ് ഓരോരുത്തരും ഇങ്ങനെയുള്ള കടുങ്കൈ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഇൻസിഡൻസ് കൂടുന്നതിന്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ പേരൻസ് തന്നെയാണ്. ഇനിയെങ്കിലും മനസ്സിലാക്കുക, കല്യാണം എന്ന് പറയുന്ന സാമാനമൊന്നും അങ്ങ് ഏറ്റവും വലിയ മഹത്വമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇത് കാണുന്ന മക്കളുള്ള മാതാപിതാക്കൾ ഇനിയെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ട് തന്റെ മക്കളെ കെട്ടിച്ചുവിടും. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ശരിയെങ്കിൽ